കട്ടപ്പനയിലെ നിക്ഷേപകൻ മുളങ്ങാശ്ശേരിയിൽ സാബുവിൻ്റെ ആത്മഹത്യാ വിഷയത്തിൽ വിശദീകരണവുമായി ബാങ്ക് ഭരണസമിതി രംഗത്ത് വന്നു. 2020 ശേഷം സാബു 90 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. പല തവണയായി തുക പിൻവലിക്കുകയും ചെയ്തു. ബാക്കി നൽകാനുള്ള 12 ലക്ഷം രൂപ മാസത്തവണകളായി നൽകുന്നുണ്ടെന്നും ഭരണസമിതി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ ബാങ്ക് അധികൃതർ പറയുന്നത് അവർ സാബുവിനൊപ്പമാണ്, മരണത്തിന് ശേഷം സാബുവിനൊപ്പമാണ് എന്ന് പറയുന്നത് തന്നെ പരിഹാസമാണ്. അങ്ങനെ തന്നെയാണ്. ഇതിൽ 12 ലക്ഷം രൂപ മാത്രമാണ് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ബാങ്ക് ഭരണസമിതി പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് സാബുവിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. 25 ലക്ഷം രൂപയോളം കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല 90 ലക്ഷം രൂപ സാബു നിക്ഷേപിച്ചതാണ്. അതിൽ പല തവണയായി ഈ 12 ലക്ഷം ഒഴികെയുള്ള ബാക്കി തുക പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഈ സാബുവിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കൂടി ഈ ബാങ്ക് ഭരണസമിതി പറയുമ്പോൾ സാബുവിനെ ഒരു ആക്ഷേപത്തോടു കൂടി കാണുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഇത്രയും ഒരു അവസ്ഥയിൽ, അതായത് ഭാര്യ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പണത്തിനായി ബാങ്കിൽ ചെല്ലുമ്പോൾ അവരെ ഈ സാബുവിനെ അസഭ്യവർഷം പറയുകയും അതുപോലെ തന്നെ പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനോവിഷമം കൊണ്ടാണ് ഈ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയിൽ ഇത്തരം ഒരു അനുശോചന കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിശദീകരണം കുറിപ്പ് പുറത്തിറക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. എന്തായാലും ബാങ്കിന് 20 കോടിയിലേറെ രൂപയുടെ കടമുണ്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നുള്ളതാണ് ബാങ്കിന്റെ ഈ പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. അതൊന്നും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ന്യായമോ അല്ല. എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാബുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഈ ബാങ്ക് ഭരണസമിതിക്കും കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SK. ഓക്കെ, താങ്ക് യു. റഫീഖ് പറയുന്ന ഒരു കാര്യം, SK സാബുവിന് നീതി കിട്ടണമെങ്കിൽ ഈ മരണത്തിൻ്റെ ഉത്തരവാദികൾ ബാങ്കുകാരാണ്. അതുകൊണ്ട് സാബുവിൻ്റെ ഇനിയുള്ള ബാലൻസ് പൈസ കൂടാതെ 10 ലക്ഷം രൂപ അഡീഷണലായി കൊടുക്കണം റഫീഖ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നീതി കിട്ടുമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക?